ജനുവരിയിൽ സെലിബ്രിറ്റികളെ ഉൾപ്പെടെ അണിനിരത്തി സോഷ്യൽ മീഡിയ നിറയെ പരസ്യം. ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന വാച്ച് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഈ പരസ്യത്തിലും മോഹന വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് വലയിൽ വീണത് കൊച്ചിയിൽ നിന്നടക്കമുള്ള നിരവധി മോഡലുകൾ. എല്ലാവരെയും ദുബായിലെ ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സിന്ധുവിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് എത്തിച്ചു. ഫാഷൻ ഷോയ്ക്കൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റായി ദുബായിൽ ജോലി ചെയ്യാമെന്നും കൂട്ടത്തിലൊരു യുവതിക്ക് വാഗ്ദാനം നൽകി. എന്നാൽ ദുബായിലെത്തിയ യുവതികൾ സംഘത്തിനിരയായി. ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്തുള്ള ആൾക്കാര്, പഴമക്കാര് ഓരോ പഴഞ്ചൊല്ലുകൾ പറയും. എന്നാൽ ആ പഴഞ്ചൊല്ലുകൾക്കൊക്കെ ഏത് കാലഘട്ടത്തിലും ഒരേ അർത്ഥം തന്നെയാണ്. നമ്മള് സൂര്യപ്രകാശം അടിക്കുമ്പോൾ പല സാധനങ്ങളും മിന്നും എന്ന് വെച്ചാൽ അത് പൊന്നാകണമെന്ന് നിർബന്ധമുണ്ടോ? അത് മൂല്യമേറിയ വസ്തുക്കളാവണമെന്നുണ്ടോ? മൂല്യമുള്ള വസ്തുക്കൾ മാത്രമല്ല, അല്ലാത്ത വസ്തുക്കളും തിളങ്ങും. ആ തിളക്കം കണ്ട് കണ്ണു മഞ്ഞളിച്ച് പോകാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം. അത് ഈ ഒരു സെനേറിയോയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം ശരിയാകണമെന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചതികൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആ പെൺകുട്ടി വന്ന് നിന്ന് ആ പെൺമുള വന്ന് നിന്ന് മോഡലിങ്ങിന് പോവാൻ ആഗ്രഹമുള്ള ആൾക്കാര് ഇവിടെ വന്നാ മതി എന്ന് പറയുമ്പോഴേക്കും കുറെ ആസ്പയറിംഗ് മോഡൽസ് ഉണ്ടല്ലോ, മോഡലാകാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പല മേഖലയിൽ പോകാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? ഈ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അവിടേക്ക് പറന്നെടുക്കുന്ന ഈയലുകളുണ്ടല്ലോ, ഈയാമ്പാറ്റകൾ, അവരുടെ കൂട്ട് അങ്ങ് പറന്നങ്ങ് ചെല്ലും. ഒന്നും അന്വേഷിക്കത്തില്ല. ഏത് ഏജൻസിയാണ്, എന്താണ് സംഭവം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് കാര്യം, ഒന്നും അന്വേഷിക്കത്തില്ല. ഇങ്ങനെ ഒരു പരസ്യം, ഇൻഫ്ലുവൻസർ ആണല്ലോ പരസ്യം ഇട്ടത്. അതായത് 14,000 15,000 ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ. മാത്രമല്ല ഇവളുമാരെ പോലെയുള്ള ഇൻഫ്ലുവൻസർമാര് സിനിമാ നടിമാരെയും അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ പൈസ കൊടുത്തങ്ങ് വാങ്ങിക്കും. ഈ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്നവളുമാര് ഇത് വല്ലതും അന്വേഷിക്കുമോ? ഇല്ല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ പരസ്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് ഇറങ്ങും. അങ്ങനെ പരസ്യം ചെയ്യാതെ ഇരിക്കുക. കുറച്ചൊക്കെ സാമാന്യ ബോധവും വിവരവും ഉള്ള ഇൻഫ്ലുവൻസേഴ്സ്മാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്കെങ്കിലും ചെയ്യുക. അങ്ങനെ ചെക്കൊന്നും ചെയ്യാതെ ഇവളുമാരോട് അങ്ങ് പരസ്യത്തിൽ അങ്ങ് പങ്കാളികളാകും. അപ്പം ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള 2-3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ആ ഫേമസ് ഇൻഫ്ലുവൻസർ ഒരു പരസ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ആ പരസ്യം ജെന്യുവിൻ ആണ് എന്നങ്ങ് വിചാരിക്കും. പക്ഷെ ഈ ഫേമസ് ഇൻഫ്ലുവൻസർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും ചെയ്തിട്ടായിരിക്കത്തില്ല പരസ്യം ചെയ്യുന്നത്. പൈസ കിട്ടി, പരസ്യം ചെയ്തു, ദാറ്റ്സ് ഓൾ. അവർക്ക് വേറെ ഉത്തരവാദിത്തമോ റെസ്പോൺസിബിലിറ്റിയോ ഒന്നുമില്ല. എന്നാൽ ഇത് കണ്ട് ആ കുഴിയിലേക്ക് ചാടുന്ന ആൾക്കാർക്ക് ഈ ഇൻഫ്ലുവൻസറിനെ വല്ലതും കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവളുമാര് പറയും, ഞങ്ങള് പരസ്യം ചെയ്തു, നിങ്ങൾ എന്താ അന്വേഷിക്കാഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവര് കൈമലർത്തും. ഇപ്പൊ തന്നെ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വല വിരിച്ചിരിപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ വലിയൊരു കേസാണ്, വലിയ റാക്കറ്റുകളൊക്കെ കുടുങ്ങുന്ന കേസാണ്. പക്ഷെ ഇവിടെ ഈ പിടിക്കപ്പെട്ട ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അലീന, പിന്നെ സിന്ധു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ, പിന്നെ വേറെ 2-3 പേരെ പിടിക്കാനുണ്ട്. ഇവളുമാര് മാത്രമേ കുടുങ്ങത്തുള്ളൂ. ഇതിൽ വൻപൻ സ്രാവുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വൻപൻ സ്രാവുകളിൽ പുരുഷന്മാരും ഉണ്ട്. ഈ വമ്പൻ സ്രാവുകളൊന്നും തന്നെ പിടിക്കപ്പെടില്ല. ഇവരെ വെച്ച് കുറച്ച് നാള് മാധ്യമങ്ങളും പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കും ഇവളുമാരെ വെച്ച്. പക്ഷേ ഇതിനകത്ത് പിടിക്കപ്പെടേണ്ട ആൾക്കാര്, ഇതിന്റെ സൂത്രധാരര് പിടിക്കപ്പെടത്തില്ല. അതാണ് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആ വൻപൻ സ്രാവുകൾ എന്താണ്? പിന്നെയും ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതുപോലെ കുഴിയിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുണ്ട്. ഈ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മീനുകളെ നിരത്തി വെച്ച് മീനുകളുടെ സൈസും ഷേപ്പും ഒക്കെ അടിസ്ഥാനത്തിൽ, അതിന്റെ തൂക്കത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വില പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് വിൽപ്പന ചരക്കുകളാണ്. ഫിഷ് മാർക്കറ്റിലാകണമെന്നില്ല. ഇറച്ചിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോഴിയെ നോക്കും, ആ കോഴിയുടെ തൂക്കവും അതിന്റെ രൂപവും ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് വില നിർണ്ണയിക്കുന്നത്. അതുപോലെ പണ്ട് കാലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ റേസിസം ഒക്കെ ഒരുപാട് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ മാർക്കറ്റിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് വില പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പം അബോളിഷ് ചെയ്തു. അങ്ങനത്തെ പരിപാടികളൊക്കെ അബോളിഷ് ചെയ്തു. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അങ്ങനെ കോളനൈസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ നിരത്തി നിർത്തി വില പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഒരു
ആ ഒരു സമ്പ്രദായം എൻറ്റയർലി അബോളിഷ് ചെയ്തു. ഈ ഹ്യൂമാനിറ്റി, അത് മാനുഷിക പരിഗണന എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം മുൻനിർത്തി ഇതെല്ലാം അബോളിഷ് ചെയ്തു. എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിലും ഇതുപോലെ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് വില പറയുന്ന പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്. സിന്ധു ആവശ്യക്കാർക്ക് യുവതികളുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ചു നൽകും. ശേഷം റേറ്റ് അറിയിക്കും. വാട്സപ്പ് വഴി തന്നെ ഡീലും ഉറപ്പിക്കും. ഇക്കാര്യങ്ങൾ സിന്ധുവിന്റെ സ്ക്രീൻഷോട്ടിൽ വ്യക്തം. സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണത്തിനെതിരെ പരാതിക്കാരി രംഗത്തെത്തി. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കേസന്വേഷണം ശരിയായ ദിശയിലെന്ന പരാതിക്കാരി 24-നോട്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവും ഉണ്ട്, ആശങ്കയുണ്ട്. മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച സിന്ധുവിനെ 2 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യുന്നതുവഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, 24. കണ്ടില്ലേ, ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നു. വാട്സപ്പ് ത്രൂ ആണ് ഡീലിങ്സ്. ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നു, അതിനകത്ത് വില പറയുന്നു, വിൽപ്പന ചരക്കുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഡലിങ്ങിനാണ്, നല്ലൊരു ഭാവി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികൾ എന്ത് ചെയ്യും, ഇതിനകത്തൊക്കെ പോയി അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവരെ നേരെ കൊണ്ടുപോകുന്നത് മറ്റൊരു രാജ്യത്തേക്കാണ്, നമ്മുടെ രാജ്യം പോലും അല്ല. ഇവർ ചെന്ന് പെടുന്നത് കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ്. ഇവരെ മോഡലിങ്ങിനാണ്, ദുബായിലെ ഫാഷൻ ഷോയ്ക്കാണ്, അവിടുത്തെ ഫാഷൻ ഷോയ്ക്കാണ്, ഇവിടുത്തെ ഫാഷൻ ഷോയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് കയറ്റി വിടും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ട്രാപ്പിലായെന്ന് അറിയുന്നത്. മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് ട്രാപ്പിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? പാസ്പോർട്ടും നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ്സ്, രേഖകളും എല്ലാം അവർ പിടിച്ചു വെക്കും. എന്നിട്ട് ചെന്ന് കയറുന്ന ആ സെക്കൻഡ് തന്നെ നമ്മൾ മയങ്ങി പോകാനുള്ള എന്തെങ്കിലും നമുക്ക് ഫുഡിലൂടെ കലർത്തി അങ്ങ് തരും. അതോടുകൂടിയിട്ട് കംപ്ലീറ്റ്ലി അവരുടെ വലയിലേക്ക് നമ്മൾ അകപ്പെട്ടു പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഇതുപോലെ മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് സ്ലേവ്സ് ആക്കിയിട്ട് വിൽക്കുമായിരുന്നു എന്നുള്ളത്. അന്ന് വിവേചനവും അരാജകത്വവും അറിവില്ലായ്മയും ഒക്കെ നിറഞ്ഞു നിന്ന, പട്ടിണിയൊക്കെ നിറഞ്ഞു നിന്നൊരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ അതൊന്നുമില്ല. വിവേചനവും അറിവില്ലായ്മയും ഒന്നുമില്ല. ഇപ്പൊ അറിവ് കൂടിപ്പോയൊരു കാലഘട്ടത്തിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. മനുഷ്യന്മാര് വലിയ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല മനുഷ്യന്മാരുടെ സ്വഭാവത്തില്. ഈ പുരോഗമനം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്. ഈ കാണുന്ന ഈ വാർത്തകളൊക്കെ തന്നെ ചെറുതാണ്. ഇതിനേക്കാട്ടിലൊക്കെ കൂടിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ഹിഡനായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മിസ്സാവുന്ന ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും ഉണ്ട് നമ്മുടെ നാട്ടില്. അതിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊന്നും വലുതായിട്ട് പുറത്തേക്ക് വരത്തില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മിസ്സായി പോകും. കൂടിപ്പോയ പോലീസുകാർ ഒരു 2 മാസം അന്വേഷിക്കും. അവരൊക്കെ എവിടേക്ക് പോകുന്നതാണ് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഇപ്പോ ഏതോ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പരാതി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് ഈ ഒരു വിഷയം അറിയാൻ സാധിച്ചു. ഇല്ലായിരുന്നുണ്ടെങ്കിലോ? അങ്ങനെ മുന്നോട്ട് വരാൻ പോലും കഴിയാത്ത എത്രയോ സിറ്റുവേഷനുകളുണ്ട്. നമ്മൾ ഈ പാലിന് വേണ്ടിയിട്ട് പശുവിനെയൊക്കെ വളർത്തത്തില്ലേ ഫാമിലിട്ട്, അതേപോലെ ഒരു ഫാം പോലെ ക്രമീകരിച്ച് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒത്തിരി ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡന്റുകളുണ്ട്. ഇതൊന്നും പക്ഷെ വെളിയിലേക്ക് വരത്തില്ല, വെളിച്ചത്തിലേക്ക് വരത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഇപ്പൊ പിടിക്കപ്പെട്ടത് 2-3 സ്ത്രീകളാണ്. ഇതിന്റെ താഴെയുള്ള ഇതിനു വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് പിടിക്കപ്പെട്ടത്. ഇതിന്റെ യഥാർത്ഥ സൂത്രധാരന്മാരോ, ഇതിൽ പങ്കാളികളായിട്ടുള്ള ആണുങ്ങളോ പുരുഷന്മാരോ സ്ത്രീകളോ അവരെയൊന്നും തന്നെ പിടിക്കപ്പെടത്തില്ല. അവരൊക്കെ അങ്ങ് ടോപ്പ് നിൽക്കുകയാണ്. പോലീസുകാർക്കോ നിയമത്തിനോ ഒന്നും തൊടാൻ പറ്റാത്ത അത്ര ഹൈറ്റിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അവരൊന്നും പിടിക്കപ്പെടത്തില്ല. അവര് പിടിക്കപ്പെടാത്തിടത്തോളം കാലം ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സത്യത്തില് ഇത്തരം കേസുകളില് നമ്മൾ താഴെയുള്ള ആൾക്കാരെ അല്ല പിടിക്കേണ്ടത്, ഇതിന്റെ മുകളിലിരിക്കുന്നേ, യഥാർത്ഥത്തിൽ കരുക്കൾ നീക്കുന്ന മുകളിലിരിക്കുന്ന വമ്പൻ സ്രാവുകളെ പിടിച്ചെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചെന്ന് ചാടുന്നതിന് മുമ്പ് അത് ജെനുവിൻ ആണോ, അത് ഓക്കെ ആണോ, അത് ലീഗലി വാലിഡ് ആണോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിവോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചതിന് ശേഷം മാത്രം ഇതിലേക്കൊക്കെ ഇറങ്ങി ചാടുക.